പറ്റി വളരെ കടുത്തതായ പ്രതിഷേധമുണ്ട്. ആരോപണ വിധേയനായിട്ടുള്ള SIയെ പിൻവലിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കൃത്യമായ പരാതിയിൽ SHOയെ പ്രിൻസിപ്പൽ SIയും ഇതിലകത്ത് കണ്ണിയാണ്. ഈ ഷിബിലയുടെ മരണത്തിൽ പോലീസിന്റെ 18 ദിവസത്തെ ആ പരാതി ഒന്നും ചെയ്യാതെ വെച്ചതിന്റെ ഭാഗമായി പോലീസാണ് ഉത്തരവാദിയെന്നും ഈ പോലീസിന്റെ അടുത്ത് കൃത്യമായി ഇതിന് അലംഭാവം ഉണ്ടായിട്ടുണ്ടെന്നും ബന്ധപ്പെട്ട അധികാരികൾ പോലും ബോധ്യപ്പെടുത്തിയതാണ്. മീഡിയകൾ വഴി വരെ ബോധ്യപ്പെടുത്തിയാണ്. എന്നിട്ടും ഒരു 15 ദിവസം കഴിയുമ്പോഴേക്കും സസ്പെൻഷൻ പിൻവലിച്ചതായിട്ടുള്ള വാർത്തയാണ് ഇപ്പം ഇന്ന് കഴിഞ്ഞിട്ടുള്ളത്. കേരളം പോലും നമ്മുടെ നാട് പോലും ഞെട്ടിക്കുന്ന രീതിയിൽ വളരെ പൈശാചികമായ ഒരു കൊലയാണ് നടന്നിട്ടുള്ളത്. ഇത്തരം പൈശാചികമായ ഒരു കൊല നടക്കുമ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് ജനത്തിന് തോന്നുകയാണ്. കാരണം ആരെ കൊന്നാലും ജാമ്യത്തിൽ ഇറങ്ങാൻ പോലീസ് വിചാരിച്ചാൽ വളരെ പെട്ടെന്ന് ഊരി വരാം. അതുപോലെ തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം എത്ര അലംഭാവം കാണിച്ചാലും നമ്മളൊക്കെ പെട്ടെന്ന് തന്നെ ആ സസ്പെൻഷനൊക്കെ പിൻവലിച്ച് പുറത്തു വരാൻ കഴിയും എന്നുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഒരുതരം നെറികേടാണ് ഈ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. കടുത്ത പ്രതിഷേധം ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇവര് പറയുന്നത് SHOയ്ക്ക് നേരത്തെ ഇവര് ഈ പരാതി ലഭിച്ചപ്പോൾ തന്നെ SHOയ്ക്ക് ഇത് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഇയാൾക്ക് വീഴ്ചയൊന്നും ഗ്രേഡ് SIക്ക് വീഴ്ചയൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഇപ്പോ പുറത്തുവരുന്ന റിപ്പോർട്ട്. അങ്ങനെയാണെങ്കിൽ SHOക്കെതിരെ നടപടി വരണ്ടേ? ആ SHOയെ തന്നെ ആരോപണ വിധേയനായ ഞങ്ങൾ കാണിച്ച SHOനെ തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായി വെച്ചിട്ടുള്ളത്. അങ്ങനെ അന്വേഷണ ഉദ്യോഗസ്ഥനായി വെച്ചത് നീതി കിട്ടില്ല എന്ന് DYSP മുമ്പാകെ ഈ കുട്ടിയുടെ ഉമ്മയും ഉപ്പയും ഞാനും അടങ്ങുന്ന സംഘം DYSPയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ റിപ്പോർട്ടൊന്ന് പഠിക്കട്ടെ എന്നാണ് DYSP പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പഠിച്ചിട്ട് പോലും അവിടെ പ്രതിനെ കൊണ്ടുവന്ന് സ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുപ്പ് പോലും നടത്തിയിട്ടില്ല. കൃത്യം നടത്തുന്ന വീട്ടിൽ കൊണ്ടുവന്ന് പ്രതിയെ തെളിവെടുപ്പ് നടത്തുന്നൊരു ചടങ്ങുണ്ട്. അതിനെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് നിയമപരമായി ഞങ്ങൾക്കറിയില്ല. അവിടെ വരെ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഇതിന്റെ അകത്ത് കൃത്യമായ പോലീസിന്റെ അലംഭാവം വളരെ കൃത്യമാണ്. ഷിബിലയുടെ കുടുംബം എന്ന് പറയുന്നത് ആ ഉമ്മയ്ക്ക് ഈ വാരിക്കേറ്റ കുത്തിന്റെ ഭാഗമായി വാരി എല്ലിന് പൊട്ടുണ്ട്. അപ്പോൾ കൃത്യമായി കൈക്ക് ഉൾപ്പെടെ ബെൽറ്റ് ഇട്ടിട്ടാണ് ആ ഒരു കൈയൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ കുഞ്ഞാണെങ്കിൽ 3 വയസ്സാണല്ലോ. ഉമ്മയെ കാണാതുള്ള കരച്ചിലും ആ കുഞ്ഞിനെ പോലും ഒന്ന് ലാളിക്കാൻ എടുക്കാൻ കഴിയാത്ത രീതിയിലാണ് ആ ഉമ്മയുടെ അവസ്ഥ. ഉപ്പ എന്ന് പറയുന്ന മാനസികമായും ശാരീരികമായും ഇപ്പൊ സാമ്പത്തികമായും തകർന്നിട്ട് ജീവിക്കാൻ ഇല്ലാത്ത രീതിയിലേക്ക് ശരിക്കും അന്ന് DYSP ഓഫീസിന് 3 ദിവസം മുമ്പേ DYSP ഓഫീസിന്റെ മുന്നിൽ കൊണ്ടുപോയ അവസ്ഥ എനിക്കറിയാം. സ്റ്റെപ്പ് കയറുമ്പോൾ കൈ പിടിച്ച് കൊണ്ടുപോയതാണ്. മാനസികമായി വളരെ തകർന്നു പോയിട്ടുണ്ട്. ഏറ്റ പരിക്കുകൾ 17ലധികം തുന്നുകളാണ് തലക്കേറ്റ കുത്തിനകത്തുള്ളത്. അത് റിക്കവറായി വന്നിട്ടില്ല. അവര് ആ മരണത്തിനകത്തുനിന്ന് റിക്കവർ ആയിട്ടില്ല. ആരോഗ്യപരമായി റിക്കവർ ആയിട്ടില്ല. വലിയ പ്രയാസമാണ് കുടുംബം നേരിടുന്നത്. ആ സമയത്താണ് വലിയ ശ്രദ്ധ ചെലുത്തിയിട്ടുള്ള ഈ കൊലപാതകത്തിനെ ഇത്തരം നിസ്സാരവൽക്കരിച്ചാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നും മറ്റുള്ളവരുടെ ഭാഗത്തുനിന്നും